അപ്പോൾ നമുക്ക് മെയിൻ പോയിന്റിലോട്ട് പോകാം. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. AI refers to the simulation of human intelligence in machines that are programmed to think and learn like humans. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. AI refers to the simulation of human intelligence. ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ സിമുലേഷൻസ്. ഓക്കെ, ഹ്യൂമൻ ഇൻ്റലിജൻസ് പോലുള്ളൊരു സിമുലേഷൻസ് ഇൻ മെഷീൻസ്. അത് മെഷീൻസിൽ കൊണ്ടുവരും. നമ്മൾ ഹ്യൂമൻസിൻ്റെ ഒരു ഇൻ്റലിജൻസിൻ്റെ സിമുലേഷൻ എങ്ങനെയാണോ അത് എവിടെ കൊണ്ടുവരും? മെഷീൻസിൽ കൊണ്ടുവരും. ദാറ്റ് ആർ പ്രോഗ്രാംഡ് ടു തിങ്ക് ആൻഡ് ലേൺ ലൈക്ക് ഹ്യൂമൻസ്. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ദാറ്റ് ആർ പ്രോഗ്രാംഡ് ടു തിങ്ക് ലൈക്ക് ഹ്യൂമൻസ് ആൻഡ് അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ലേൺ ലൈക്ക് ഹ്യൂമൻസ് എന്ന് വെച്ചാൽ ഹ്യൂമൻസ് എങ്ങനെ ചെയ്യുന്നു അതേ രീതിയിൽ ഹ്യൂമൻസ് എങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്നു എന്ന് പറയുന്നുള്ള ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് മെഷീൻസിന് കൊടുത്ത് മെഷീനെ കൊണ്ട് അക്കാര്യം ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് AI പറ്റിയാണ്. AIയുടെ ഡിഫറെൻറ്റ് ടൈപ്സിനെ പറ്റി. അപ്പോൾ AI എന്ന് പറഞ്ഞാൽ അതിന് പല കാറ്റഗറീസ് ഉണ്ട്. കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പലതായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം മെയിനായിട്ടുള്ള രണ്ടെണ്ണമാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ നാരോ AI, രണ്ടാമത്തെ ജനറൽ AI. അപ്പം എന്താണ് നാരോ AI എന്ന് ചോദിച്ചാൽ സ്പെഷ്യലൈസ്ഡ് AI ആണ്. ഇതെന്തോ ഒരു സ്പെഷ്യലൈസ്ഡ് AI ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് ടാസ്ക് ലൈക്ക് വോയിസ് അസിസ്റ്റൻസ് ആൻഡ് റെക്കമെൻഡേഷൻ സിസ്റ്റംസ്. അപ്പം ഓരോ AIക്കും അതായത് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും കണ്ടീഷൻസ് കാണത്തില്ലേ? ചുമ്മാതെ ക്ലാസിഫൈ ചെയ്യാനൊക്കത്തില്ലോ. അപ്പോൾ ക്ലാസിഫൈ ചെയ്യുന്നതിനായിട്ട് എന്തുകൊണ്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, എന്തിനത് ക്ലാസിഫൈ ചെയ്യണം എന്നൊക്കെ അനുസരിച്ച് നമ്മൾ അതിനെ എന്തോ ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്തേക്കും. അപ്പോൾ നാരോ AI ആണെങ്കിൽ അവിടെ സ്പെഷ്യലൈസ്ഡ് ഫോർ സ്പെസിഫിക് ടാസ്ക്. സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് എന്തൊക്കെയാണ്? ലൈക്ക് വോയിസ് അസിസ്റ്റൻസ് ആൻഡ് റെക്കമെൻഡേഷൻ സിസ്റ്റംസ്. വോയിസ് അസിസ്റ്റൻസ് പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ സിസ്റ്റംസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കോമൺ ആയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്, നാരോ AI യൂസ് ചെയ്യുന്നു. വോയിസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഫോണിനകത്തൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന സംഭവമാണ് വോയിസ് അസിസ്റ്റന്റ്. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റംസ്. റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം ഇന്നൊരു കാര്യം നിങ്ങൾക്ക് നല്ലതായിരിക്കും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോഴുള്ള റെക്കമെൻഡേഷൻസും ഒക്കെ എവിടെ വരും? നമ്മുടെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അഡ്വർടൈസ്മെന്റ് ആയിട്ടൊക്കെ വരത്തില്ല. അവിടെയൊക്കെ നമ്മുടെ ഈ പറയുന്ന നാരോ AI എന്ന് പറയുന്ന കൺസെപ്റ്റാണ് കോമൺ ആയിട്ട് എന്തോ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് സിമിലർ ആയിട്ടുള്ള വേറെ പ്രൊഡക്റ്റ് നമ്മളെ കാണിച്ചിട്ട് അത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ അതൊക്കെ നാരോ AI ഉപയോഗിച്ചാണ് എന്തോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് പ്രൊഡക്ടിവിറ്റി വളരെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ AI യൂസ് ചെയ്യുമ്പോൾ. അതിനാണ് മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനാണ് കമ്പനീസ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ AI യൂസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് നാരോ AI. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്പെഷ്യലൈസ്ഡ് AI ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് ടാസ്ക് ലൈക്ക് വോയിസ് അസിസ്റ്റന്റ് ആൻഡ് റെക്കമെൻഡേഷൻ സിസ്റ്റംസ്. അടുത്ത ജനറൽ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ AI വിത്ത് ഹ്യൂമൺ ലൈക്ക് ഇൻ്റലിജൻസ് ഉള്ളതാണ്. ഓക്കെ, ഹ്യൂമണിനെ പോലെ തന്നെ ഇൻ്റലിജൻസ് ഉള്ള ഒരു AI ആണെന്ത് ജനറൽ AI. ഇറ്റ്സ് കാപ്പബിൾ ഓഫ് പെർഫോമിങ് എനി ഇൻ്റലക്ച്വൽ ടാസ്ക് ദാറ്റ് എ ഹ്യൂമൺ ക്യാൻ. ഹ്യൂമണിന് ചെയ്യാൻ പറ്റുന്ന ഇൻ്റലക്ച്വൽ ടാസ്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ജനറൽ AI വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഹ്യൂമണിന് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ കുറേ ടാസ്കുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ജനറൽ AI ഉപയോഗിച്ച്, ജനറൽ AI ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്തോ യൂസ് ചെയ്യുന്നത്, ജനറൽ AI അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കൺസെപ്റ്റ് നാരോ AI ഒരു സൈഡിൽ യൂസ് ചെയ്യുന്നു, പക്ഷേ അവിടെ ജനറൽ AI എന്ത് ചെയ്യുന്നു? വേറെ കൺസെപ്റ്റായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് പർപ്പസ് ആയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. മെനി ആപ്ലിക്കേഷൻസ്. AI ഹാസ് മെനി ആപ്ലിക്കേഷൻസ്. സം ഓഫ് ദ ആപ്ലിക്കേഷൻസ് ആർ മെൻഷൻഡ് ഹിയർ. ഒന്നാമത്തെ ഹെൽത്ത് കെയർ സിസ്റ്റംസിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയഗ്നോസ് അസിസ്റ്റൻസ്, പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്. ഇപ്പോൾ ഓരോ പേഷ്യൻറ്റിനും അവരുടേതായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻസുകൾ ഒക്കെ സജസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹെൽത്ത് കെയറിൽ നമുക്ക് AI യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ഫിനാൻസിൽ ഫ്രോഡ് ഡിറ്റക്ഷൻ, അൽഗോരിതം ട്രേഡിങ്. ഓക്കെ, ഫ്രോഡ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? AI യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്പാം കോളുകൾ വരുന്നത്, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മണി ലോണ്ടറിങ് ആപ്സ് ഒക്കെ ഉണ്ട്. അത് ചിലത് ഫേക്ക് ആയിട്ടുള്ളതുണ്ട്, നല്ലതായിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? AI ടൂൾസ് യൂസ് ചെയ്യാം. കാരണം ഇപ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരുടെ പൈസയൊക്കെ എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന AI ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അവിടുത്തെ ക്രൈം റേറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അൽഗോരിതം ട്രേഡിങ്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഹ്യൂമൻസിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഇവരെന്തോ ചെയ്യും, നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ ട്രേഡിങ്ങിൽ ഒരുപാട് എന്തോ ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ, ഓട്ടോണോമസ് വെഹിക്കിൾസ്, ട്രാഫിക് മാനേജ്മെന്റ്. അപ്പോൾ ട്രാഫിക് മാനേജ്മെന്റ്, ഓട്ടോണോമസ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, നമ്മൾ ടെസ്ല കാറുകൾ പോലത്തെ കൺസെപ്റ്റുകളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, നമുക്ക് ഡ്രൈവർ ഇല്ലാതെ തന്നെ ഓട്ടോ ഡ്രൈവ് മോഡിലൊക്കെ ഇട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റിലൊക്കെ AI ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ വളരെ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യും, ആ പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേഷനിൽ, അപ്പോൾ എഡ്യൂക്കേഷനിൽ വേരിയസ് ഏരിയാസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പേഴ്സണലൈസ്ഡ് ലേണിംഗ്, ഇൻ്റലിജൻറ്റ് ട്യൂട്ടോറിംഗ് സിസ്റ്റംസ്. അപ്പം ഓരോ സ്റ്റുഡൻറ്റിനും
അവരുടെ കൺസെപ്റ്റ് അവർ കൺസീവ് ചെയ്യുന്ന എമൗണ്ട് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും പല രീതിയിലായിരിക്കും അത് കൺസീവ് ചെയ്യുന്നത്. ചിലർക്ക് ഒരു വട്ടം പറയുമ്പോൾ മനസ്സിലാവും, ചിലർക്ക് 2 വട്ടം പറയുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ തന്നെ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് ഒറ്റ വട്ടം കാണുമ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യും, ക്ലിയർ ആവും. വേറെ ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, വേറെ ചിലർക്ക് 2 3 വട്ടം റീടേക്ക് എടുത്ത് കണ്ടാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അത് ഓരോരുത്തരുടെ ഇൻ്റലിജൻസ് അനുസരിച്ചാണ്. അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എഡ്യൂടെക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ആപ്ലിക്കേഷൻസ്: ഹെൽത്ത് കെയർ, ഫിനാൻസ്, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ എഡ്യൂക്കേഷൻ. പിന്നെ മെയിനായിട്ടുള്ള ചലഞ്ചസ്, നമ്മൾ ഏതൊരു സംഭവം കൊണ്ടുവന്നാലും അതിന് അതിൻ്റെതായ എന്തോ കാണും, ചലഞ്ചസ് കാണും, ഉറപ്പായിട്ടും ഉണ്ട്. എല്ലാ കാര്യത്തിനും ചലഞ്ചസ് ഉണ്ട്, എല്ലാ കാര്യത്തിനും നെഗറ്റീവ്സ് ഉണ്ട്, എല്ലാ കാര്യത്തിനും പോസിറ്റീവ്സ് ഉണ്ട്. ഫോർ AI ഹാസ് സം ചലഞ്ചസ്. ഫസ്റ്റ് ചലഞ്ചാണ് എത്തിക്കൽ കൺസേൺസ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, പിന്നെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. എത്തിക്കൽ കൺസേൺസ്, AI ബയാസ്, ജോബ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇപ്പോൾ പലരും വളരെ പേടിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, AI പലരുടെയും ജോബ് എന്തോ ചെയ്യുന്നുണ്ട്, ബയാസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പല ജോബുകളും എന്തോ റീപ്ലേസ്ഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. AI കാരണം എന്ന് വെച്ചാൽ AI ടൂൾസുകൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ചില ജോലികൾ AI ചെയ്തോളും, നമ്മളെക്കാട്ടി ബെറ്റർ ആയിട്ട് ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് ആ ജോബുകൾ എന്ത് ചെയ്യും, AI എടുക്കാനുള്ള റീസൺസ് അല്ലെ ചാൻസസ് വളരെ കൂടുതലാണ്. അതാണ് AIയുടെ ഏറ്റവും വലിയൊരു കൺസേൺ. അതാണ് എത്തിക്കൽ കൺസേൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ജോബ് ഡിസ്പ്ലേസ്മെന്റ്, അതുപോലെ AI ബയാസ്. ഓക്കെ, അപ്പോൾ AI ഒരുപാട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എന്തോ ഇമ്പോർട്ടൻസ് കുറയും. അതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം. രണ്ടാമത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, അഡ്വാൻസ് ഇൻ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സസ്. അപ്പം ഇത് ഓരോ സമയത്ത് ടെക്നോളജി എന്തോ ആയിക്കൊണ്ടിരിക്കുകയാണ്, അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതനുസരിച്ച് നമ്മൾ എന്തോ ചെയ്യണം, ടെക്നോളജി പറയുന്ന AI ടൂൾസുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു വലിയൊരു ചലഞ്ചാണ്. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ഡേ AI ടെക്നോളജീസ് ആർ ഇൻക്രീസിങ്. നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ സെക്കൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതനുസരിച്ച് AI ടൂളുകളെ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ ആ AI ടൂളുകൾ എന്ത് ചെയ്യും, ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസ് ഇൻ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇതൊക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ഇത് നമുക്ക് അതനുസരിച്ച് ഇതിനെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ഇൻ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ AI യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകളാണ് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, അതുപോലെ തന്നെ NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നമ്മൾ സംസാരിക്കുന്ന ഏത് ലാംഗ്വേജ് കൊടുത്താലും അത് കൃത്യമായിട്ട് അവർ പ്രോസസ്സ് ചെയ്ത് റിസൾട്ട് വരുന്ന പരിപാടി. അതാണ് NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. അടുത്ത ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് ആണ് പറയുന്നത് ഇന്റഗ്രേഷൻ വിത്ത് എവരിഡേ ഡിവൈസസ്, പൊട്ടൻഷ്യൽ ഫോർ ട്രാൻസ്ഫോമിംഗ് സൊസൈഷ്യൽ ഇമ്പാക്റ്റ്. ഓക്കെ, ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിവൈസിലും എന്തോ ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കാര്യം കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ വെബ്സൈറ്റിലും AI ഉണ്ട്. നമുക്കിപ്പം നിങ്ങളിപ്പോൾ അൽഗോരിതംസ് ഒക്കെ ഫ്ലോ ചാർട്ടുകളൊക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ AI ടൂൾസുകൾ ഒരുപാട് എന്തോ ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആവുന്നുണ്ട്. നിങ്ങൾ തന്നെ ഡെയിലി ലൈഫിൽ ChatGPT ഉപയോഗിച്ച് എത്ര ഇമേജസുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊടുത്താൽ മതി, അതായത് പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അതനുസരിച്ചുള്ള AI ഇമേജസ് അവിടെ വളരെ വിത്തിൻ സെക്കൻഡ്സിൽ അവർ റെഡിയാക്കി തരും. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ ആർട്ടിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന ജോബാണ് ഇവരെന്തോ എടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പം ഇന്റഗ്രേഷൻ വിത്ത് എവരിഡേ ഡിവൈസസ്, പൊട്ടൻഷ്യൽ ഫോർ ട്രാൻസ്ഫോമിംഗ് സൊസൈറ്റിക്കൽ ഇമ്പാക്ട്. ഓക്കെ, അപ്പോൾ സൊസൈറ്റിക്കൽ ഇമ്പാക്ട് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. കാര്യം AI ടൂൾസ് വരുമ്പോൾ പല കാര്യങ്ങളും പലരുടെയും ക്രിയേറ്റിവിറ്റി അവിടെ എന്തോ പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് പണം വരയ്ക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ബെറ്ററായിട്ട് AI വരയ്ക്കും. അപ്പം ഈ ഒരു കാര്യം തന്നെ അവിടെ ഇല്ലാതാവുമല്ലേ, ആ ഒരു ലേണിംഗ് അവിടെ നടക്കത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ AI എല്ലാ കാര്യത്തിനും ഒരു റീപ്ലേസ്മെന്റ് ഒന്നും അല്ല. നമ്മൾ അതിന്റെ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയാണ് AI ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതല്ലാതെ AI പറ്റി ഒന്നും AI മാത്രം അറിയാം, ഈ സംഭവം എന്തുവെന്ന് അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും എന്തോ ചെയ്യാനൊക്കത്തില്ല, AI ബെറ്ററായിട്ട് യൂസ് ചെയ്യാനൊക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നോ കോഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരുപാടുണ്ട്. ഇപ്പോൾ കോഡിങ് അറിയണ്ട, AI ടൂൾസ് വെച്ച് ചെയ്യാമെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കോഡ് ഡെവലപ്പ് ചെയ്യുമ്പം ആ കോഡിന്റെ കൺസെപ്ച്വൽ നോളജ് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ AI ഉപയോഗിച്ച് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അതല്ലാതെ ഒരാൾക്ക് കോഡിങ് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്ക് AI വെച്ചിട്ട് കോഡും ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ പറ്റില്ല. അപ്പം അതുകൊണ്ട് കൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ എന്തോ ചെയ്യാൻ പറ്റൂ, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് ഉറപ്പായിട്ടും എന്തോ ചെയ്യും, AI വരുമ്പോൾ അത് സൊസൈറ്റിയിൽ വളരെയധികം എന്തോ ഉണ്ടാക്കും, ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ചലഞ്ചസ്: എത്തിക്കൽ കൺസേൺസ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, പിന്നെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. ഓക്കെ.